നമസ്കാരം. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. ഇന്ത്യയിൽ എവിടെ ഒരു സമരം നടന്നാലും ആ സമരത്തിനിടയിലേക്ക് ചെന്ന് അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അതോടൊപ്പം രാജ്യവിരുദ്ധ ശക്തികൾക്ക് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി കൂടിയും അവിടെ ഉണ്ടാവും, പട്ടി ഷോ. ഈ പട്ടി ഷോയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതിൽ സംശയമില്ല. കേരളത്തിൽ നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോൺ ബ്രിട്ടാസും റഹീം എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ഇന്റർനാഷണൽ നേതാവ് കൂടിയാണ്. അപ്പോൾ ഇവരിത് നല്ല രീതിയിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, കഴിഞ്ഞ CJP സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലി ജന്തർ മന്ദിർ നടന്നുള്ള സംവിധാനത്തിൽ ദില്ലിയിലെ ഒരു പ്രധാനപ്പെട്ട ഐസ എന്ന് പറയുന്ന സുഡാപ്പി കമ്മ്യൂണിസ്റ്റ് അർബൽ നക്സലുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള JNU എന്ന് പറയുന്ന സർവകലാശാലയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സംവിധാനം, ABVP പ്രതിരോധിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇന്ത്യ സഖ്യം പോലെ തന്നെ ഒരു സർവകലാശാലയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ABVP ഉറപ്പായും ജയിക്കും എന്നുള്ളൊരു സംവിധാനം വന്ന സമയത്താണ് ഇവരിങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവർക്കറിയാം ഇവര് സർവ്വ സന്നാഹങ്ങളും സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായെന്ന്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ABVP തടയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു നേതാവുണ്ട്, നേഹ ബോറ എന്നാണ്. ഈ നേഹ ബോറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സമരവേദികളിൽ ചെന്നിരിക്കുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ തലമൂത്ത നേതാവാണ് താൻ പറയുന്നതാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ് എന്നുള്ള കാഴ്ചപ്പാടോടി നിരന്തരമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും, എന്തെല്ലാമോ ചെയ്യും. ഇതെല്ലാം ദേശീയ മാധ്യമങ്ങൾ ചില ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എടുത്ത് കാണിക്കും. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്ന ചില ആളുകൾ ഇത് പ്രചരിപ്പിക്കും. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ടത്. ഡൽഹിയിൽ പ്രത്യേകിച്ച് വേറൊരു രാഷ്ട്രീയ സ്വാധീനമോ ഒന്നും ജനപിന്തുണയോ ഒന്നുമില്ല. സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് പോലും, അല്ലെങ്കിൽ CPM പോലും, ഇടതുപക്ഷ പാർട്ടികൾക്ക് വോട്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ദില്ലിയിൽ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. അത് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇവരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജാർഖണ്ഡിൽ സമരം നടക്കുന്നുണ്ട്. ആ സമരത്തിനിടയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളിടയിൽ കുത്തിത്തിരിപ്പും കുഴപ്പവും ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരെ പരിപാടി. പക്ഷേ ഈ പരിപാടി പൂർണ്ണമായിട്ടും ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞിരിക്കുന്നു. ജാർഖണ്ഡിലെ ചോദ്യപേപ്പർ ചോർച്ചയും അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ അഴിമതിയും വിഷയങ്ങളും എല്ലാം ഈ JMM എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട മുഖ്യധാരയിൽ അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഈ ഒരു സമരം. സമരം എന്തുമായിക്കോട്ടെ, സമരം വിജയിക്കണം. പക്ഷേ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന സാധനം അല്ലെങ്കിൽ നേഹ ബോറ എന്ന് പറയുന്ന സ്ത്രീ അവിടെ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ആ സമരത്തെ ഹൈജാക്ക് ചെയ്യാനും ദേശീയ തലത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാനും തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി. ഇവരെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു. കാരണം നിങ്ങൾ വിട്ടോ, ഇനി ഇവർ നിൽക്കണ്ട, ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത ഒരാളും ഈ വേദിയിലേക്ക് വരണ്ട എന്നുള്ളതാണ് ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളെ പ്രധാനപ്പെട്ട ഒരു നിലപാട്. അപ്പൊ എന്താണ് ഈ നേഹ ബോറ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവ് അല്ലെങ്കിൽ യുവ നേതാവ് ചെയ്തിരിക്കുന്ന കലാപരിപാടി? ഉമ്മർ ഖാലിദ് എന്ന് പറയുന്ന മഹാനെ സപ്പോർട്ട് ചെയ്തു. ഉമ്മർ ഖാലിദ് ജയിലിൽ കിടക്കേണ്ട ആളല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് നരേന്ദ്രമോദി സർക്കാരിനെതിരെ പോരാടേണ്ട ആളാണ്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാൾ അനാവശ്യമായിട്ട് ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. തങ്ങളുടെ കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്. അയാൾക്ക് യാതൊരുവിധ മാനുഷികമായിട്ടുള്ള പരിഗണനയും കേന്ദ്ര സർക്കാർ നൽകാതെ അനാവശ്യമായിട്ട് ജയിലിലിട്ടിരിക്കുകയാണ്. കള്ളങ്ങളാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഉമർ ഖാലിദിനെ ജയിലിലിടാനുള്ള പ്രധാനപ്പെട്ട കാരണം? അഫ്സൽ ഗുരു എന്ന് പറയുന്ന പാർലമെന്റ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കഴിയുന്ന വ്യക്തി, ജയിലിൽ കഴിഞ്ഞിരുന്ന, പിന്നീട് അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു. ഈ തീവ്രവാദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഫ്സൽ ഗുരുവിന് ഒരു സ്മരണാഞ്ജലി സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം വലിയ രീതിയിൽ JNU സർവകലാശാലയിൽ ഈ പറയുന്ന ഉമർ ഖാലിദ് എന്ന് പറയുന്ന മഹാന്റെ നേതൃത്വത്തിൽ നടന്നത്. സ്വാഭാവികമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഭരണ സംവിധാനം, ഇവിടുത്തെ നിയമ സംവിധാനം വെച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയെ സ്മരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നടത്തുന്ന ആളുകളും അതേ വ്യക്തിയെ പോലെ തന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ട ആളുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ നിയമ സംവിധാനം. കാരണം 1% പോലും തൂക്കിലേറ്റപ്പെട്ടിട്ടുള്ള ഈ ജിഹാദി ഭീകരവാദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് വന്നാലും അവർക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ UAP എന്ന് പറയുന്ന നിയമം ചാർത്തിക്കൊണ്ട് ഇവരെ ജയിലിലാക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇതിനൊരു സംശയം ഉണ്ടാകരുത്. സംശയത്തിന് ഒരു ചെറിയൊരു താമ്പ് പോലും അതിന് അവസരം നൽകാതെ കൃത്യമായിട്ട് പിടിച്ച് ജയിലിൽ ഇടാനായിട്ട് നമ്മുടെ മോദി സർക്കാരിന് സാധിച്ചിരുന്നു. അപ്പോൾ ആ വ്യക്തിയെയാണ് ഇവിടെ നേഹ ബോറ എന്ന് പറയുന്ന വനിതാ നേതാവ് സ്മരിച്ചുകൊണ്ട് അയാളെ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഘോരം പ്രസംഗിച്ചു. അപ്പൊ ഈ പ്രസംഗങ്ങൾ രാജ്യത്തുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള വിദ്യാർത്ഥികൾ കാണുന്നുണ്ട്. ഇവരുടെ രാജ്യസ്നേഹം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യമാണ്, ഒരു സംശയമില്ല. കാരണം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സ്മരിച്ചുകൊണ്ട് ഒരു
തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ തലയിലും ഈ തീവ്രവാദ ആശയങ്ങളാണെന്നുള്ള സംശയമില്ല. ആ തീവ്രവാദ ആശയങ്ങൾ തലയിൽ പേര് കെടുക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും കോടതിയും ജയിലിൽ ഇട്ടിരിക്കുന്ന വ്യക്തിയെ റിലീസ് ചെയ്യണമെന്നും അയാൾ കുറ്റക്കാരനല്ല എന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങൾ മുന്നിലേക്ക് വിളിച്ചു പറയുകയും ചെയ്യുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഒരേ ഒരു പേരെ ചേരുകയുള്ളൂ. ഇവർ അന്നും ഇന്നും നമ്മുടെ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയ ആളുകളാണ്, ഒരു സംശയമില്ല. അത് വർഷങ്ങളുടെ പാരമ്പര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതേ സാഹചര്യം തന്നെയാണ്. ഇത് തന്നെ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദേശ ശക്തികളുടെ പണം പറ്റാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ FCRA പോലെയുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ ഇവർക്കറിയാം വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന പണത്തിന് പൂർണ്ണമായിട്ടും ഒരു കൂച്ചുവിലങ്ങാണ് വരാൻ പോകുന്നത്. അനധികൃതമായിട്ട് പണം കൊണ്ടുവന്ന് ഇവിടെ കലാപരിപാടികളും രാജ്യത്തെ നശിപ്പിക്കാനുള്ള ദുഷ്ടതകളും ഇവിടെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ ദുഷ്ടവർഗത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നിലപാട് നിയമ സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥി നേതാവ് ജാർഖണ്ഡിൽ ചെന്നുകൊണ്ട് ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമൂഹം ഈ പെണ്ണിനെ എടുത്ത് ദൂരെ എറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനിടയിൽ കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഒരു പ്രതിഷേധ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ എന്നും ഈ ബാനറിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കലാപരിപാടി കാണിക്കുന്നു. അപ്പോൾ ഈ ഉമ്മർഖാലിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഈ പെണ്ണിന്റെ തലയിൽ കൂടി മഷി എറിയാനും മഷിങ്ങനെ തെളിക്കാനും ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ പറയുകയാണ് ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള, രാജ്യത്തിനെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നേഹ ബോറ എന്ന് പറയുന്ന സ്ത്രീ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഇതുപോലുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ടുവരും, ഇവരെ എന്തിനെ ഞാൻ ആക്രമിച്ചു അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു മഷിപ്രയോഗം നടത്തിയെന്ന് മറ്റുള്ള ജനങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റണം ജനങ്ങളോട്, രാജ്യവിരുദ്ധ ശക്തി ഒരു തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പൊ ഇത് തന്നെയാണ് നേഹ ബോറയെ പോലുള്ള ആളുകൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അലിഗേഷൻ. അത് ചെറിയൊരു അലിഗേഷൻ അല്ല, ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മുടെ ആത്മാവിനെ സ്പർശിക്കുന്ന തരത്തിലേക്കുള്ള നെഗറ്റീവായിട്ടുള്ള നിലപാടുകൾ എടുക്കാനാണ് ഇവർ നിരന്തരമായിട്ട് ശ്രമിക്കുന്നത്. ഉമ്മർഖാലിദിനെതിരെ ഇത് മാത്രമല്ല ആരോപണമുള്ളത്, നിരന്തരമായിട്ട് വേറെ മറ്റാരോപണമുണ്ട്. 2020 ഫെബ്രുവരി മാസം നടന്നിട്ടുള്ള ദില്ലി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മർഖാലിദ് നിരന്തരമായിട്ട് ശ്രമിച്ചു. അതിൽ ഗൂഢാലോചന നടത്തി എന്നടക്കമുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും UAP ചുമത്തപ്പെട്ടിട്ട് അകത്ത് കെടുക്കുകയാണ്. ഈ UAP ചുമത്തപ്പെട്ട് അകത്ത് കെടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അനാവശ്യമായിട്ട് ഒരു നിയമം പാസാക്കിയതിന്റെ പേരിൽ ഇവിടെ തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളെ നമ്മുടെ ജയിലിൽ അടക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മൾക്കറിയാം, നമ്മുടെ ഭരണ സംവിധാനത്തിന് അറിയാം. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ വേണ്ടി ഈ നെഹ ബോറയെ പോലുള്ള ആളുകൾ ശ്രമിച്ചാലും ഇവിടെയുള്ള ജെൻസി കിഡ്സ് തന്നെയാണ് ഈ സാധനത്തിനെ എല്ലാം പിടിച്ച് പുറത്താക്കിയിരിക്കുന്ന സമരവേദിയിൽ നിന്ന്. ഒരു രീതിയിലും നമ്മുടെ രാജ്യത്തില് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് നെഹ ബോറയെ പോലുള്ള ആളുകൾ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഭരണ സംവിധാനത്തിനുപരിയായിട്ട് ഇവിടുത്തെ യുവജനങ്ങൾ തന്നെ ഇറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ കണ്ടിരിക്കുന്നത്. വന്ദേ മാതരം.